9 മാസത്തെ കാത്തിരിപ്പിനവസാനം കുറിച്ച ഭൂമിയെ തൊട്ട സുനിത വില്യംസ്. ക്രൂ 9 ബഹിരാകാശ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന കടലിൽ ലാൻഡ് ചെയ്തു. ഇന്ത്യൻ സമയം ഇന്നു പുലർച്ചെ 3:27 ഫ്ലോറിഡയിലെ ടാലഹാസിക്ക് സമീപമായിരുന്നു ചരിത്ര ലാൻഡിംഗ്. സ്പേസ് എക്സിന്റെ MV മേഗൻ എന്ന കപ്പൽ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത യാത്രക്കാരെ കരയ്ക്കെത്തിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട ദൗത്യത്തിനു ശേഷം ക്രൂ 9 സംഘം ഭൂമിയിലെത്തി. കൈവീശി ചിരിച്ച മുഖത്തോടെയാണ് സുനിത വില്യംസ് ഭൂമിയിലേക്ക് കാൽ ചവിട്ടിയത്. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗാണ്. 9 മാസമായി മനുഷ്യരാശിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ബഹിരാകാശ ത്രില്ലറിൽ സുനിതയ്ക്കൊപ്പം ബുച്ച് വിൽമോറും നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവും താരങ്ങളായി മാറി. ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ പേടകം കൺമുന്നിലെ ചരിത്രമാകുന്ന നിമിഷം കൂടിയായി അത് മാറി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. ഇന്ന് പുലർച്ചെ 2:36 പേടകത്തിന്റെ ട്രങ്ക് ഭാഗം വേർപെട്ടു. 2:41 ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുന്നേ 7 മിനിറ്റ് 5 സെക്കൻഡ് ത്രസ്റ്ററുകൾ ജ്വലിപ്പിക്കുന്ന ഡിയോർബിറ്റ് ബേൺ പ്രക്രിയ നടന്നു. തൊട്ടു പിന്നാലെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക്. ഈ സമയം ശബ്ദത്തിന്റെ 22 മടങ്ങ് വേഗതയാർജിച്ചു. പുറംഭാഗത്തെ ചൂട് 1926 ഡിഗ്രി സെൽഷ്യസിലേറെ. 3:24 18,000 അടി ഉയരത്തിൽ വെച്ച 2 ചെറു പ്രാഥമിക പാരച്യൂട്ടുകൾ വിടർന്നു. 6,500 അടി മുകളിലെത്തിയപ്പോൾ 4 പ്രധാന പാരച്യൂട്ടുകളും വിടർന്നു. 3:27 25 അടി എന്ന പ്രവേഗ നിരക്കോടെ ഡ്രാഗൺ സാവധാനം കടലിലേക്ക് പതിച്ചു. പിന്നീട് കടലിൽ നിന്ന് MV മേഗൻ കപ്പലിലേക്ക് പേടകത്തെ നീക്കി. പുറത്തിറങ്ങിയ സുനിതയും സംഘവും ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മടങ്ങി. പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യാത്രക്കാരെ സ്ട്രെച്ചറിലാണ് മാറ്റിയത്. അതിനു മുൻപ് ഒരു നിമിഷം അവരെ നിവർന്നു നിൽക്കാൻ അനുവദിച്ചിരുന്നു. സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്തു. പൈലറ്റിന്റെയും കമാൻഡറിന്റെയും ഇരിപ്പിടങ്ങളിൽ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവുമായിരുന്നു. കാരണം സുനിതയും ബുച്ചും ഡ്രാഗൺ പേടകത്തിലെ യാത്രക്കാർ മാത്രമാണ്. സ്റ്റാർലൈനർ പേടകത്തിലാണ് സുനിതയും ബുച്ചും ബഹിരാകാശത്തേക്ക് പോയത്. ആ പേടകത്തിലാണ് ഇരുവർക്കും പരിശീലനം ലഭിച്ചിട്ടുള്ളത്. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. 2024 ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ISSലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാനായില്ല. ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യിക്കുകയാണ് ബോയിങ്ങും നാസയും ചെയ്തത്. ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാകുന്നതുവരെ അവർക്ക് ISSൽ കഴിയേണ്ടി വന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ തിരിച്ചുവരവ് സാധ്യമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.